പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഒരു സഹോദരൻ ഉന്നയിച്ച മറ്റൊരു സംശയം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനമാണ്. ആ വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ, ഏതൊരു സാധാരണക്കാരനും പരിചിതമായ ഒരു വചനമാണ്. കാരണം അധിക മതപഠന ക്ലാസ്സുകളിൽ നിന്നും സ്റ്റേജുകളിൽ നിന്നും ഒക്കെ നാം കേൾക്കുന്ന നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനാണ് അത്. ഇന്നാ യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇവിടെ ഇതിന്റെ ബാഹ്യമായ വായന നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനടക്കം ഒരു കാലഘട്ടത്തിൽ ഖുതുബകളിൽ വിശദീകരിച്ചിരുന്ന ഒരു വചനാണ്. മനുഷ്യരെ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ വ്യത്യസ്ത ഗോത്രങ്ങള് വർഗങ്ങള് ഒക്കെ ആക്കി മാറ്റിയത് എന്തിനാണ്? നിങ്ങൾ അഹങ്കരിക്കാനും ഒന്നുമല്ല, നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഇന്ന ഗോത്രക്കാരനാണ്, ഇന്ന ഗോത്രത്തിൽപ്പെട്ട ആളാണ്, ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു അങ്ങനെ ആക്കിയതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യൻ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ച്, മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ള തലത്തിൽ നമ്മൾ വിശദീകരിച്ചതാണ്. നാം വിശദീകരിച്ചിരുന്നു. നമ്മൾ പല മത പഠന ക്ലാസ്സുകളുടെ സ്റ്റേജുകളിൽ നിന്നും നാം സാധാരണ കേൾക്കാറുള്ളതുമായ ഒരു വചനാണത്. അതാണ് അതിന്റെ ബാഹ്യമായ അർത്ഥമാണത്. അതിന് നാം പരിശോധിക്കുന്ന അതിന്റെ വൈജ്ഞാനികമായ, അതിന്റെ ആന്തരികമായ തലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. യാ യുഹന്നാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓ മനുഷ്യരെ എന്നല്ല. ഇതിനെ നാസികളാണ്, വിസ്മരിച്ചു കളഞ്ഞ ആളുകളാണ്. അവർ വിസ്മരിച്ച് തെദക്കീർ, അവര് സ്മരിക്കാൻ, സ്മരിക്കാൻ തയ്യാറില്ലാത്ത, സൂക്ഷ്മമായി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. അവരെ ഒന്ന് ബോധവാന്മാരാക്കാൻ വേണ്ടി പറയാം. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ദക്കർ ഉൻസ എന്ന് പറഞ്ഞ സ്ത്രീ പുരുഷൻ എന്ന ജിൻസിയായ ആ വേറിട്ട രീതിയിലല്ല, അതിന്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമ്മൾ പോകും. നമ്മുടെ ഉള്ളിൽ തന്നെ ദക്കറുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉൻസയുണ്ട്. ഇതാണ് നമ്മൾ അതിന്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഫിസിക്കലായ ജിൻസിയായ തലത്തില് ആണ് പെണ്ണ് എന്നുള്ള അർത്ഥത്തിനല്ല. നമ്മളൊക്കെ, നമ്മുടെ ഉള്ളിലൊക്കെ ചിന്തയുടെ ജീനുകളുണ്ട്. ജിന്ന് എന്ന് നമ്മൾ പറയില്ലേ, ജീനുകളുണ്ട്, ജീനാത്തുകളുണ്ട്, തഹ്മീൽ. അത് അവയെ ചുമന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുണ്ട് ആ ഉൻസ. ഉൻസ എന്ന് പറയുന്നത് നമ്മുടെ യൂലിദുൽ അഫ്കാർ, നമ്മളിൽ ചിന്തകൾക്ക് ജന്മം നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ഉൻസ. അതിന്റെ ജീനുകളാണ് നമ്മുടെ ഉള്ളിൽ. അവയെ ചുമന്നുകൊണ്ട് തഹ്മിലും ഫഹമലത്തുഹു ഫന്തബദത്ത് ബിഹി എന്ന് പറഞ്ഞല്ല, ഹംല്, അതിനെയും വഹിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതിൽ നിന്നാണ് യൂലിദുൽ അഫ്കാറ തുൻതിജുൽ അഫ്കാറ, ചിന്തകൾക്ക് ജന്മം കിട്ടുന്നത്. ആ ചിന്തകളിലൂടെ അവനിൽ പുറത്തു വരുന്ന വ്യക്തമായ സ്പഷ്ടമായ റുഹിയത്താണ് അവന്റെ ദക്കർ എന്ന് പറയുന്നത്. അതാണ് ദക്കർ ഉൻസ എന്നുള്ളതിന്റെ ചുരുക്കി വിശദീകരണം. ഇപ്പൊ ഞാൻ ഏറ്റവും ചുരുങ്ങിയ ഒരു വിശദീകരണമാണ് അതിന് നൽകിയിട്ടുള്ളത്. ഇനി ഓരോ വസ്തുക്കളെ, ഓരോ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ദക്കർ ആരാണ്, ഉൻസ ഏതാണെന്ന് നമുക്ക് വിശദമായി വേറെ വിശദീകരിക്കാം. ഇപ്പോ ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവൻ വഹിക്കുന്ന
ചിന്തയുടെ ജീനുകൾ, അത് ആ ജീനുകളിൽ നിന്നാണ് അവനിലെ പുതിയ പുതിയ ചിന്തകൾക്ക് ജന്മം ഉണ്ടാകുന്നത്. ആ ചിന്തകളിലൂടെ അവനിൽ പുറത്തു വരുന്ന റുഇയത്താണ്, കാഴ്ചപ്പാടുകളാണ്. അതാണ് ദക്കിയായ റുഇയത്ത്, ദക്കർ. ദക്കിയായ റുഇയത്താണ് അവന്റെ ദക്കർ എന്ന് പറയുന്നത്. അവന് സ്പഷ്ടമായ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കിട്ടും. ആ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു വസ്തു ജന്മമെടുക്കും. അതാണ് ദക്കർ എന്ന് പറയുന്നത്. നമ്മളിൽ ഓരോരുത്തരിലും രണ്ട് ഉൻസയാണുള്ളത്. അതാണ് ലിദ്ദക്കരി മിസ്ല ഹല്ലിൽ ഉൻസയൈൻ എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്നത് ഒരു ചെറിയ സൂചന മാത്രമേ ഞാൻ അതിൽ നൽകിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഇനി ആ രണ്ട് ഉൻസകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഉള്ളിലെ ഒന്ന് നംലത്ത്, ഒന്ന് നഹലത്ത്. തേനീച്ച, ഉറുമ്പ്, അതൊക്കെ നമ്മൾക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അത് രണ്ടിന്റെയും ഒരു നതീജയായിട്ട് വരുന്നതാണ് നമ്മുടെ ദക്കർ എന്ന് പറയുന്നത്. ദക്കിയായ റുഇയത്ത് നമുക്ക് കിട്ടുന്നത്. എത്രയും ഒരു ചെറിയ വിശദീകരണം ഇപ്പൊ എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക. ബാക്കി അതിനെക്കുറിച്ച് ദക്കർ ഉൻസ വിശദമായിട്ട് പിന്നീട് ഒരു ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ വേറെ വിശദീകരിക്കും. ഇവിടെ ഷുഊബ് ഖബായില, അതാണ് ചോദ്യത്തിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ആയത്തൊന്ന് വിശദീകരിക്കും എന്നുള്ളതാണ് ഞാനിപ്പോ പ്രധാനമായിട്ടും ഊന്നുന്നത്. അവിടെയാണ് ദക്കർ ഉൻസയിൽ ഒരു സൂചനയിൽ നൽകിക്കൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. ഷഅബ് എന്ന് പറയുന്ന വിവിധ ജനവിഭാഗങ്ങളാക്കിയിരിക്കുന്നു എന്നല്ല, ഷുഊബുകളാണ്. നമ്മുടെ ഷുഊബ്, നമുക്ക് തശഅബ് ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത ചിന്തകളിലൂടെ നമുക്ക് വ്യത്യസ്തമായ ചിന്തകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വജഅൽനാകും ശുഊബൻ എന്ന് പറയുന്നത്. തശഅബാണ് അവനിൽ തവസ്സു ഉണ്ടാക്കുന്നത്, വിശാലത ഉണ്ടാക്കുന്നത്, വിശാലമായ ലോകത്തേക്ക് അവനെ കൊണ്ടുപോകുന്നത്. അപ്പൊ വിശാലമായ ചിന്തയുടെ ലോകത്തേക്ക് അവന് പോകുമ്പോഴാണ് യുൻതിജു അൻഹു തഖബ്ബുലാത്ത്, അവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, തഖബ്ബുലാത്ത്, അവന് ഒരുപാട് പിന്നെ വിജ്ഞാനങ്ങളെ അവന് തഖബ്ബുല് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അവന് തയ്യാറാകുന്ന അവന് ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പൊ ഷുഊബിൽ നിന്നാണ് തഖബ്ബുലാത്ത് ഉണ്ടാകുന്നത് എന്നർത്ഥം. ശരിക്കും ഈ തശഅബ് എന്ന് പറയുന്ന ഒരു സസ്യങ്ങളുടെ ലോകത്ത് അതിനേതാണ്, അത് വ്യത്യസ്ത, അതൊരു വിജ്ഞാന ശാഖയായിട്ട് തന്നെ അത് ഉണ്ട്. അത് വേറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണല്ലോ ഒരു മാസം തന്നെ ഷഅബാൻ ഉണ്ട്. നമ്മൾ അറബി മാസങ്ങൾ എണ്ണുമ്പോ 12 മാസങ്ങളിൽ ഒരു മാസത്തിന്റെ പേര് ഷഅബാൻ എന്നാണ്. ഷഅബ് ആൻ. അപ്പൊ ഈ തശഅബാണ് നമുക്ക് വേണ്ടത്. രണ്ട് ലില്ലുകൾ കൂടുമ്പോഴാണ് അതിൽ നിന്ന് മൂന്നാമത്തെ ഒരു ഉണ്ടാകുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞ ഇന്തലിക്കു ഇലാ ലില്ലിന്തി സലാസി ശുഅബ് എന്ന് പറയുന്നത്. രണ്ടെണ്ണം കൂടുമ്പോഴാണ് മൂന്നാമത്തതിന് ഒന്ന് ജന്മം നൽകുന്നത്. അതാണ് ദക്കർ ഉൻസ എന്ന് പറയുന്ന സുനായി. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് മൂന്നാമത്തെ ഒന്നിന് ജന്മം കിട്ടുന്നത്. അതാണ് ഇന്തലിക്കു ഇലാ ലില്ലിന്തി സലാസി ഷുഅബിൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സാലിസ് ഷുഅബിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ രണ്ട് തശഅബുകൾ ചേരണം. അപ്പൊ ഷുഊബുകൾ വ്യത്യസ്ത, ഷുഐബ് നബി എന്ന് പറഞ്ഞിട്ടൊരു നബി തന്നെയല്ലേ ഷുഐബ് നബി. നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഷുഐബ്. നമ്മളെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളിലേക്കും ചിന്തകളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത് തഫറുക്ക്, തവസ്സുഅ്, അതൊക്കെയാണ് അതിന്റെ അർത്ഥം. തശഅബ എന്ന് പറഞ്ഞാൽ, തശഅബ എന്ന് പറഞ്ഞാൽ തഫറക്ക എന്നാണ്. വ്യത്യസ്തങ്ങളായ ചിന്തകളിലേക്ക്, വിവിധങ്ങളായ ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്ത വിജ്ഞാനങ്ങളെ സ്വീകരിക്കാൻ, വിവിധ അറിവുകളെ സ്വീകരിക്കാനുള്ള, അതാണ് തഖബ്ബുലാത്ത്, അതാണ് ഖബായില എന്ന് പറയുന്നത്. അല്ലാതെ കബില എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഖബായില എന്നുണ്ടാകുന്നത്, ഗോത്രങ്ങളല്ല. അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. ആ അർത്ഥം സ്വീകരിക്കേണ്ട ആളുകൾക്ക് അത് സ്വീകരിക്കാം.
ഇത് നമ്മളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്ന വചനങ്ങളാണ് മുസ്ഹഫിലെ ഓരോ വാക്കുകളും അക്ഷരങ്ങളും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആശയത്തിലേക്ക്, ഇതിന്റെ ആന്തരികമായ, ഇതിന്റെ വൈജ്ഞാനികമായ ഈ തലത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. അല്ലാതെ ഏതോ കാലഘട്ടത്തിൽ നടന്ന ഗോത്ര സംസ്കാരങ്ങളുണ്ട് ഒരു കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തില് വേണ്ടി പറഞ്ഞ ആയത്തായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. നബിയുടെ കാലഘട്ടത്തിൽ ഗോത്രവർഗങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഗോത്രങ്ങളൊക്കെ ആക്കി മാറ്റിയിരിക്കുന്നത്. ഇന്നിപ്പോ എവിടെ ഗോത്രം? അന്ന് വ്യത്യസ്ത ഗോത്രങ്ങളായിരുന്നു, വ്യത്യസ്ത വർഗങ്ങളായിരുന്നു. ഇന്ന് രാജ്യക്കാരായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഓരോ രാജ്യക്കാരായിട്ട് ഇന്ന് പേരിൽ അറിയപ്പെടുന്നു. എന്തോ ആട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല, അതിനെ വിമർശിക്കാം. അങ്ങനെ ബാഹ്യമായ ഒരു അർത്ഥതലം അവിടെ നിന്നോട്ടെ, അതിനെ തള്ളിക്കളയൊന്നും വേണ്ട. നമ്മളതിന്റെ വൈജ്ഞാനികമായ ആന്തരികമായ തലത്തിലേക്ക് വരുമ്പോൾ നമ്മളിൽ ഓരോരുത്തരിലും ഈ തശഉബാത്തുകൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. എന്തെന്നാണ്? തവസ്സുആത്ത്, തഫറുക്കാത്ത്, വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്, മേഖലകളിലേക്ക് അറിവിന്റെ. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് തഖബ്ബുലാത്തുകൾ ഉണ്ടാകുന്നത്. തഖബ്ബുലാത്തും ജദീദ, പുതിയ പുതിയ അറിവിന്റെ സ്വീകരണികൾ ഉണ്ടാകുകയാണ് നമുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇക്തിസാബുൽ ഖുബ്റത്തി വൽ മഅരിഫത്തി, അറിവുകളും എക്സ്പീരിയൻസുകളും ഒക്കെ നമുക്ക് ഉണ്ടാകുക. ഖുബ്റത്ത്, മഅരിഫത്ത്, ജ്ഞാനം. മഅരിഫത്ത് തന്നെ അനുഭവിച്ച അറിവാണല്ലോ. അതുകൊണ്ടുള്ള ഖുബ്റത്ത്, അതുകൊണ്ടുള്ള എക്സ്പീരിയൻസ്, ഒരുപാട് അറിവുകളുടെ ലോകത്തേക്ക്, അനുഭവജ്ഞാനങ്ങളുടെ ലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതാണ് ലിതആറഫു എന്ന് പറയുന്നത്, മഅരിഫത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതതിന്റെ ആന്തരികമായ വൈജ്ഞാനികമായ തലമാണ് ഞാൻ വിശദീകരിച്ചത്. ഇത് അല്ലാതെ അതിന്റെ ബാഹ്യമായ അർത്ഥതലമല്ല. അത് ഞാൻ വിശദീകരിച്ചു. അത് വേണ്ട ആളുകൾക്ക് അതിനെ തള്ളിക്കളയൊന്നും വേണ്ട. അത് ബാഹ്യമായ അർത്ഥത്തിൽ അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതാണ്. എന്റെ സഹോദരൻ അത് ചോദിച്ചതും അറിയാൻ ആഗ്രഹിച്ചതും ഇതിന്റെ വൈജ്ഞാനികമായ തലമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വിശദീകരിച്ചത്. ഇതിന്റെ വൈജ്ഞാനികമായ തലം ഷുഅബ് എന്ന് പറയുന്ന തശഉബാണ്, ഷുഐബാണ്. അവന്റെ വ്യത്യസ്തങ്ങളായ ചിന്തകളാണ്, അറിവിന്റെ മേഖലകളാണ്. ആ അറിവിന്റെ മേഖലകളിലേക്ക് അവനെ കൊണ്ടുപോയി അവനെ ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവനിൽ പുതിയ പുതിയ തഖബ്ബുലാത്തും ജദീദകൾ, അവനിൽ പുതിയ പുതിയ അറിവിന്റെ സ്വീകരണികൾ അവന് നൽകിയതും എന്തിനു വേണ്ടിയിട്ടാണ്? ലിതആറഫു, നിങ്ങൾ ഖുബ്റത്തിലേക്കും മഅരിഫത്തിലേക്കും എത്തുന്നതിന് വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത്. അവിടെ അപൂർണമായൊരു വിശദീകരണം ഏതാണെന്ന് പറഞ്ഞാൽ ദക്കറ് ഉൻസ എന്നുള്ളതാണ്. ദക്കറ് ഉൻസ എന്നുള്ളത് ഖുർആനിൽ നിന്ന് നമ്മൾ അത് വന്ന ആയത്തുകൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് വേറെ ക്ലാസ് നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. സലാം.